ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് തിയേറ്ററുകളിലെത്തി ഇന്ത്യൻ സിനിമകളുടെ അഭിപ്രായങ്ങൾ വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആമസോൺ പ്രൈമിൽ റിലീസായ പഞ്ചായത്ത് എന്ന ഹിന്ദി സീരീസിന്റെയും പ്രതികരണങ്ങൾ വന്നിരിക്കുകയാണ്. അതെല്ലാമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യം ഈ പഞ്ചായത്ത് എന്ന ആമസോൺ പ്രൈമിന്റെ സീരീസിലേക്ക് വരികയാണെങ്കിൽ സീരീസിന്റെ 4ാമത്തെ സീസണാണ് OTT റിലീസ് ആയിരിക്കുന്നത്. നേരത്തെ കോവിഡ് കാലത്ത് വലിയ തരംഗമായ ഒരു OTT സീരീസ് കൂടിയായിരുന്നു പഞ്ചായത്തിൻ്റെത്. എന്നാൽ ഇപ്പോഴത്തെ 4ാമത്തെ സീസണിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഗ്രാഫ് താഴേക്ക് പോകുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ആദ്യ 2 സീസണുകൾ വലിയ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത സീസണുകളാണെങ്കിൽ പിന്നെ 3ാമത്തെ സീസൺ ആണെങ്കിലും ഇപ്പോഴത്തെ 4ാമത്തെ സീസൺ ആണെങ്കിലും ആവറേജ് വാച്ചബിൾ തുടങ്ങിയ അഭിപ്രായങ്ങളാണ് ഇതിനോടകം തന്നെ OTTയിൽ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് 2 തമിഴ് സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ ഒരു തമിഴ് സിനിമയാണ് വിക്രം പ്രഭു നായകനെത്തിയ ലവ് മാരേജ്. സിനിമ ഒരു ഫാമിലി എന്റർടൈനർ സിനിമയാണ്. ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു ടൈം പാസ് എന്റർടൈനർ സിനിമ തന്നെയാണ് ലവ് മാരേജ് എന്നൊരു അഭിപ്രായമാണ് പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊരു തമിഴ് സിനിമ മാർഗൻ എന്ന സിനിമയാണ്. വിജയ് ആന്റണി നായകനെത്തിയ സിനിമയും ഇന്ന് ജൂൺ 27-ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ ഈ മർഡർ മിസ്റ്ററി ത്രില്ലർ സിനിമയ്ക്ക് എബോവ് ആവറേജ് ഡീസന്റ് പോസിറ്റീവ് തുടങ്ങിയ അഭിപ്രായങ്ങൾ ആദ്യ ദിവസം നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ബോളിവുഡിൽ നിന്നും ഇന്ന് ഷെയ്ത്താൻ യൂണിവേഴ്സിൽ പെടുന്ന മാ എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നു. കാജോളാണ് സിനിമയിലെ നായിക. സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ ഷെയ്ത്താന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ പെടുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ഷെയ്ത്താന്റെ അത്ര മികച്ച അഭിപ്രായങ്ങൾ വന്നിട്ടില്ല. ആവറേജ് എബോവ് ആവറേജ് ഡീസന്റ് അഭിപ്രായങ്ങളാണ് മാ നേടിയെടുത്തിരിക്കുന്നത്. ടെയിൽ എൻഡിൽ ഷെയ്ത്താനുമായിട്ടൊരു കണക്ഷൻ സിനിമയ്ക്കുണ്ട്. പക്ഷെ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അവസാനമായിട്ട് കണ്ണപ്പ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ പ്രേക്ഷകർ അറിഞ്ഞു കഴിഞ്ഞതാണ്. സിനിമ ആദ്യ ദിവസം തിയേറ്ററുകളിൽ നെഗറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്തിരിക്കുകയാണ്. കൂടുതലും സിനിമ നെഗറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തതെങ്കിൽ പോലും അങ്ങിങ്ങായിട്ട് ചിലയിടങ്ങളിൽ നിന്ന് മാത്രം ആവറേജ് ഒപ്പം തന്നെ വാച്ചബിൾ തുടങ്ങിയ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ നിരാശപ്പെടുത്തുമെന്ന് കരുതിയ സിനിമ ഇപ്പോഴത്തെ നിരാശപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഇതിനിടെ ലാലേട്ടന്റെയും പ്രഭാസിന്റെയും സിനിമയിലെ പ്രകടനത്തിന് വളരെ മികച്ച അഭിപ്രായങ്ങൾ, ഒപ്പം തന്നെ സ്റ്റീഫൻ ദേവസിയുടെ BGMന് മികച്ച അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതേസമയം മലയാളം ഡബിംഗ് വളരെ വളരെ ശോകമാണെന്നൊരു അഭിപ്രായം വരുന്നുണ്ട്. ഇതിനിടയിൽ കണ്ണപ്പ OTT റിലീസിനായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ടാവുമല്ലോ. ഇന്നലത്തെ പ്രസ് മീറ്റിൽ സിനിമയിലെ നായകൻ വിഷ്ണു മഞ്ജു അറിയിച്ചിരിക്കുന്നത് അടുത്ത 10 ആഴ്ച സിനിമ OTT റിലീസാകില്ല എന്നാണ്. പല സിനിമാക്കാരും സിനിമയുടെ റിലീസിന് മുന്നേ ഇങ്ങനെ പറയാറുണ്ട്. ഏറ്റവും അവസാനം 1 മാസത്തിനുള്ളിൽ റിലീസാകുന്ന കാഴ്ചയാണ് നാം കാണാറുള്ളത്. അപ്പോൾ കണ്ണപ്പയുടെ കാര്യം കണ്ടറിയാം. കാത്തിരിക്കൂ കൂടുതൽ സിനിമാ വാർത്തകൾക്ക്.